തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 500 രൂപ വേതനം നൽകുമെന്നതടക്കം നൂതന പദ്ധതികളുമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 59,91,604 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജംഷിദ് ദുളകര അവതരിപ്പിച്ചത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ അധ്യക്ഷയായി. ദിവസക്കൂലി 346 രൂപ മാത്രമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 500 രൂപ വേതനം പ്രഖ്യാപിച്ച് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. സർക്കാർ അംഗീകാരം ലഭിച്ചാൽ 154 രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തി 500 രൂപ വേതനം നൽകുമെന്നാണ് ബജറ്റിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനം. സംസ്ഥാനത്തെ ജീവിത നിലവാരം കണക്കിലെടുത്താണ് ഇത്തരമൊരു പ്രഖ്യാപനമെന്ന് ബജറ്റ് അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ദുളകര പറഞ്ഞു. ഗ്രാമങ്ങളിൽ വികസനം ഉണ്ടായാലേ രാജ്യവികസനം പൂർത്തിയാക്കാനാവും. സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന നഗര കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്നത് ഗ്രാമീണരുടെ പ്രവർത്തന ഫലമാണ്. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവന്നാലേ ഗ്രാമത്തിന് പുരോഗതി ഉണ്ടാവും. നമ്മുടെ പഞ്ചായത്തിൽ കർഷകരാണ് കൂടുതൽ. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഉണ്ടാവണം. വികസനാസൂത്രണം നടപ്പിലാക്കുമ്പോൾ ഏറ്റവും ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരെ കൈപിടിച്ചുയർത്താൻ സഹായകരമായ പരിപാടികളാണ് അനിവാര്യം. അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലേ ഗ്രാമത്തിന് ഉന്നതിയിലെത്താനാവും. അതിന് അനുയോജ്യമായ പരിപാടികൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. MGNRES ദിവസവേതനം 346 രൂപയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കുടുംബം പുലർത്താൻ ഈ തുക കൊണ്ട് സാധിക്കില്ല. അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിലേക്കായി സർക്കാരിൻ്റെ അനുമതി ലഭ്യമാക്കുന്ന മുറയ്ക്ക് ആൾ ഒന്നിന് 154 രൂപ കൂട്ടി നൽകുന്നതിന് ബജറ്റിൽ വകയിരുത്തുന്നു. അംഗനവാടി കുട്ടികളുടെ പോഷകാഹാര പദ്ധതിക്ക് 55 ലക്ഷം രൂപയും പശ്ചാത്തല വികസനത്തിന് 2 ലക്ഷം രൂപയും വകയിരുത്തുന്നു. പഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഷോപ്പിംഗ് കോംപ്ലക്സ്, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം, മുഴുവൻ പ്രദേശങ്ങളിലും വെളിച്ചമെത്തിക്കാൻ തെരുവുവിളക്കുകൾ, ലഹരിക്കെതിരെ തുടർ ക്യാമ്പയിനുകൾ, MCFന് സ്വന്തമായി സ്ഥലം വാങ്ങുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനും പദ്ധതി തുടങ്ങിയവയാണ് മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾക്കും ആവശ്യമായ തുക മാറ്റിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾക്കൊപ്പം ജൈവവേലി നിർമ്മാണത്തിനും സൗരോർജ്ജ വേലി നിർമ്മാണത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട്. വയോജനങ്ങളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനു വേണ്ടിയുള്ള പദ്ധതികൾക്കും തുക നീക്കിവെച്ചിട്ടുണ്ട്. 36,87,75,938 രൂപ വരവും 36,27,84,333 രൂപ ചിലവും 59,91,604 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ അധ്യക്ഷയായി. ന്യൂസ് ബ്യൂറോ, മുക്കം.